കുട്ടികളുടെ ആക്ഷൻസ് നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പാരന്റിങ്ങിൽ ഇമോഷണൽ ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കാമായിരിക്കുക എന്നുള്ളതല്ല. ഇമോഷൻസ് വന്നാലും അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ തിരിച്ചു വരുന്നു, ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുന്നു എന്നതാണ് മാറ്റർ ചെയ്യുന്നത്, എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന 3 ടൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പോസ് ചെയ്യുക. നമുക്കറിയാം റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ വേഴ്സ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം. സോ ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ഈവൻ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പൊട്ടിത്തെറികളായിരിക്കില്ല ആഫ്റ്റർ 5 സെക്കൻഡ്സ്. ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ സെക്കൻഡ് തിങ്, നമ്മൾ മനസ്സിലാക്കുക കുട്ടികളുടെ ഇമോഷനും നമ്മളുടെ ഇമോഷനും സെയിം അല്ല എന്നുള്ള കാര്യം. കുട്ടി ഇപ്പോൾ ദേഷ്യപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്, വാശി കാണിക്കുകയാണ്, കരയാണ്. ആ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ അതേ രീതിയിലേക്ക് പോവാതെ കുട്ടിയെ ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അവരുടെ ഇമോഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതും ഞാനും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, ഞാൻ നല്ലൊരു പാരൻ്റ് അല്ല എന്നിങ്ങനെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാതെ ജസ്റ്റ് കുട്ടിയുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേ ആണത് എന്നുള്ള രീതിയിലേക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുക. ആൻഡ് തേർഡ് തിങ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് പെർഫെക്റ്റ് പാരൻ്റ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളും പാരൻസ് ആണ്, നമ്മളും പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം, മേ ബി അതിനുള്ള റീസണും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കാം. സോ സോറി എന്ന് പറയുന്ന സാഹചര്യത്തിൽ സോറി പറയാം. ജസ്റ്റ് ഒന്ന് കാമായതിനു ശേഷം മക്കളുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് അവരുടെ അടുത്ത് സോറി പറഞ്ഞുകൊണ്ട് പറയാം, അമ്മയ്ക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് സോറി പറയാം. പാരന്റിങ്ങിൽ പെർഫെക്ഷൻ ആവശ്യമില്ല, ഇമോഷണൽ അവയർനെസ് ഉണ്ടായാൽ മതിയാവും.